ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾ അടുത്ത ആഴ്ച IT എക്സാം എഴുതാൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ സമയം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഈ ഘട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IT എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. സോ IT എക്സാമുമായിട്ട് പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം 28 മാർക്ക് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾക്കാണ്. 4 ചോദ്യങ്ങൾക്കായിട്ട് 28 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആ 28 മാർക്ക് ഉറപ്പാക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടത് മോഡൽ പരീക്ഷയ്ക്ക് വന്ന എല്ലാ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രാക്ടിക്കൽ ചോദ്യങ്ങളുടെയും ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു PDF ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ PDF നോക്കിയാൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത്, അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അത് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറേ ചോദ്യങ്ങൾ കാണും, പക്ഷേ പല ചോദ്യങ്ങളും ഒരേ ടൈപ്പാണ്. ചോദ്യങ്ങൾ പലതായിരിക്കാം, പക്ഷേ ചെയ്യേണ്ട രീതികൾ ഏകദേശം സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം സമയമെടുക്കില്ല ഇത് പഠിച്ചു തീർക്കാൻ. കുറേ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ മൊത്തം ചെയ്യാനുള്ളൊരു ധാരണ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, തിയറി ചോദ്യങ്ങൾ 10 മാർക്കാണ്. മൊത്തം 15 ചോദ്യങ്ങളുണ്ടാവും. അരമാർക്കിൻ്റെ 10 ചോദ്യങ്ങളും 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളും. ഇതിനുത്തരം എഴുതണമെങ്കിൽ 1 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായിട്ടും വായിക്കാൻ ശ്രമിക്കുക. 2 മോഡൽ പരീക്ഷയ്ക്ക് വന്ന എല്ലാ തിയറി ചോദ്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും തിയറി ചോദ്യങ്ങൾ ലഭിക്കുന്ന നിരവധി PDFകളും ലിങ്കുകളുമുണ്ട്. അത്തരം ലിങ്കുകളും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കുകളിൽ പോവുക. വെബ്സൈറ്റുകളാണ്. ആ ലിങ്കുകളിൽ പോയിട്ട് ആ തിയറി ചോദ്യങ്ങളുള്ള നോട്ടുകളുള്ള PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തോ അല്ലാതെയോ പഠിക്കുക. കാരണം പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടമായാൽ A+ നിങ്ങൾക്ക് നഷ്ടമാകും. മൂന്നാമത്തെ കാര്യം, IT റെക്കോർഡ് ബുക്ക്, ഒരു വർക്ക്ഷീറ്റ്, ഒരു വർക്ക് ബുക്ക് ഉണ്ട്. 10 വർക്കുകൾ അതിൽ എഴുതണം. നിങ്ങളത് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് വിശ്വാസം. അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് പൂർത്തിയാക്കുക. കാരണം ആ ബുക്കില്ലാതെ നിങ്ങൾക്ക് IT എക്സാം ഹാളിലേക്ക് കയറാൻ സാധിക്കില്ല. 2 മാർക്കും അതിനുണ്ട്. സോ തീർച്ചയായിട്ടും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കണം. ഇനിയും നിങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യുന്നു എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റുണ്ട്. അതേപോലെ ചാപ്റ്റർ 1, 2 ഈ 2 ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട തിയറി ചോദ്യങ്ങൾ ഉൾപ്പെട്ട വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. കൃത്യമായിട്ട് അടുത്തൊരു 4-5 ദിവസം നിങ്ങൾ എഫർട്ട് ഇട്ടാൽ മാത്രമേ IT യിൽ നിങ്ങൾക്ക് A+ നേടാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുക. എല്ലാ സഹായവുമായിട്ടോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു.